ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോവയ്ക്ക മാങ്ങ വെച്ചിട്ട് ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കോവയ്ക്ക മാങ്ങ കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോ കോവയ്ക്ക രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവോളയുടെ അരഭാഗം സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഒരു മാങ്ങയുടെ 2 പൂള്, നല്ല വശമുള്ള ആയിട്ടുള്ള രണ്ട് പൂള് മാങ്ങ, അതായത് പകുതി മാങ്ങ എടുത്താൽ മതിയാകും. പകുതി മാങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇവിടെ ഫ്ലെയിം ഓണാക്കി ഒരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുക. എണ്ണയൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക, ചേർത്ത് കൊടുക്കുക. എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. എണ്ണ ഇപ്പോൾ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഈ സമയത്തേക്ക് ഇടാൻ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരഭാഗം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സവോളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്തേക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ, 2 വേണമെന്നില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കോവയ്ക്കൊക്കെ ഒരുവിധം നന്നായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന മാങ്ങായും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. മാങ്ങയും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് തുറന്ന് നോക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മാങ്ങ, തക്കാളി, കോവയ്ക്കൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മൾ അരയ്ക്കാൻ 1/4 മുറി തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ചേർത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഇത് അരച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഓരോരുത്തരുടെ ലൂസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തേക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം തീരെ സിമ്മിലിട്ട്
ഒക്കെ ഒന്ന് ഇളക്കി നോക്കുക. ഉപ്പും പുളിയൊക്കെ മതിയോ, കോവയ്ക്കൊക്കെ വെന്തോ എന്നൊക്കെ നോക്കണം. ഇവിടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത്, മാങ്ങ, കോവയ്ക്ക, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു അര സെക്കൻഡും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്തേക്ക് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ സമയത്തേക്ക് വറമുളക് ഉണ്ടെങ്കിൽ വറമുളക് ചേർത്ത് കൊടുക്കാം. വറമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് ഈ കറിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക മാങ്ങാക്കറി റെഡിയായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.